ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സൗഖ്യമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷത്തോടെ പ്രത്യാശയോടെ കർത്താവിന് വചനം പഠിക്കുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് ഒരുമിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുവാൻ അവസരം തന്നതിനാൽ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിയും ആരോഗ്യവും സൗഖ്യവും സമാധാനവും നിന്റെ ജനത്തിന് നൽകണമേ. ഇന്നത്തെ വചനം ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ കൃപ തരയണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. 17 വാക്യം വരെ വായിച്ചു കഴിഞ്ഞു. 18-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എന്റെ അപ്പം തിന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. നമ്മൾ ഈ പുസ്തകത്തിന്റെ ഒടുവിലോട്ട് അടുത്തടുത്ത് വരികയാണ്. ഇപ്പോൾ വായിച്ച വാക്യത്തിൽ എന്തോ ഒരു രഹസ്യം യേശു വെളിപ്പെടുത്തുന്നത് പോലെ തോന്നുന്നു. എന്തോ മറച്ചു വെച്ച് പറയുന്നത് പോലെ തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ അത് വെളിപ്പെടുകയാണ്. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. കാല് കഴുകി സ്നേഹം, ബഹുമാനം, സഹകരണം എല്ലാം ഉറപ്പുവരുത്തിയ ശേഷം ഇനി ഇത് മറച്ചു വെക്കാൻ പറ്റില്ല, ഹൃദയത്തിനകത്തുന്നത് പുറത്തേക്ക് ചാടുകയാണ്. കാല് കഴുകിയപ്പോഴെങ്കിലും യൂദ ഇത് വെളിപ്പെടുത്തേണ്ടതായിരുന്നു. എങ്കിൽ യൂദയ്ക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാമായിരുന്നു. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം സംഭവിക്കണം. എന്നാൽ യൂദയ്ക്ക് അതിൽ നിന്നൊഴിയാമായിരുന്നു. യൂദയ്ക്ക് ചാൻസ് കൊടുക്കുകയായിരുന്നു കാല് കഴുകൽ. അതൊരു ശുദ്ധീകരണത്തിന്റെ സ്ഥലമായിരുന്നല്ലോ. അത് പരസ്പരം ഒരാൾ മറ്റൊരാളുടെ കാല് കഴുകുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. മനസാക്ഷി ശരിക്കും കാണുന്നൊരു സമയമാണ്. മനുഷ്യൻ അവന്റെ ഉള്ളിലേക്ക് നോക്കുന്നൊരു സമയമാണത്. അതൊരു വൈകാരികമായ രംഗമാണ്. ദൈവപുത്രൻ കുനിഞ്ഞു കാല് കഴുകുന്ന രംഗം. പത്രോസ് വാവിട്ട് കരഞ്ഞു, നീ അങ്ങനെ ചെയ്യരുതേ കർത്താവേ, നീ എന്റെ കാല് കഴുകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ രംഗം ഭയങ്കരമാണ്. ഏത് കഠിന ഹൃദയനും അവിടെ ഒരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല. യേശുവിനെ ഒറ്റുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആള് അത് മറച്ചു വെച്ചുകൊണ്ട് കാലിങ്ങനെ നീട്ടിക്കൊടുത്തു, അല്ലേ? വാസ്തവത്തിൽ അവന്റെ ഹൃദയമാണല്ലോ കഴുകണം. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം, കർത്താവേ, എന്റെ കാൽ കഴുകിയാൽ പോരാ, എന്റെ ഹൃദയം കഴുകണം. ഞാനൊരു വഞ്ചന ചെയ്യാൻ ആഗ്രഹിച്ചു പോയി. ഞാൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അല്പം പണം മേടിച്ച് എന്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. നിന്നെ കാണിച്ചു കൊടുത്താൽ ഇത്ര രൂപ തരാമെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് ചെയ്തു പോയി. കർത്താവേ, നീ എത്ര വലിയവനാണ്. ശമരിയ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞ യേശു സമുദ്രത്തിലെ മത്സ്യത്തിൽ ഒന്നിന്റെ വയറ്റിനകത്ത് കരം കെട്ടാനുള്ള പൈസയുണ്ടെന്ന് കരയ്ക്ക് നിന്നുകൊണ്ട് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് അതിന്റെ വായിൽ നിന്ന് ആ പണമെടുത്ത് കരം കെട്ടിയ ഈ കർത്താവിന്റെ കണ്ണുകൾ എത്ര ഭയങ്കരമാണ്. അവന്റെ കണ്ണുകളിൽ യൂദയുടെ പോക്കറ്റിൽ കിടന്ന് കിലുങ്ങുന്ന കാശ് അവന് കാണാൻ പറ്റുന്നില്ലേ? അത് അഴിമതിയുടെയും വഞ്ചനയുടെയും കാശാണെന്നുള്ളത് യേശുവിന് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാല് കഴുകൽ സംഘടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു.
നിന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ആളുകളെ, ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ പോലും കഴുകുക ഒരുങ്ങുന്ന യേശുവിനെ നിങ്ങൾ കണ്ടോ? അങ്ങനെ ചെയ്തപ്പോഴും അവൻ അത് വെളിപ്പെടുത്തിയില്ല, അവനത് മറച്ചുവെച്ചു. എന്നിട്ട് സൂചിപ്പിക്കുന്ന കണ്ടോ? 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, ഒന്നുകൂടെ വായിക്കാം. 10ഉം 11ഉം. നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവർ, പക്ഷേ എല്ലാവരും അല്ല താനും. കഴിഞ്ഞപ്പോൾ പറയുക, നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്, പക്ഷേ എല്ലാവരും അല്ല. കാല് കഴുകിയിട്ട് പറയുക, ഇതിനകത്തൊരാൾ ഒളിച്ചിരിപ്പുണ്ട്, മറഞ്ഞിരിപ്പുണ്ട്. അത് സൂചിപ്പിക്കുകയാണ്. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുക കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ഒരു സൂചന. വീണ്ടും താഴോട്ട് വന്നിട്ട് 18-ാം വാക്യത്തിൽ വീണ്ടും ഒരു സൂചന. 21-ാം വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സാക്ഷീകരിച്ച് പറയുന്നു. തുറന്നു പറയാൻ തുടങ്ങി. മറച്ചു പറഞ്ഞു നോക്കി, ഇച്ചിരൂടെ വ്യക്തമാക്കി പറഞ്ഞു, ഇപ്പോൾ ക്ലിയറായിട്ട് പറഞ്ഞു. എന്തിനിങ്ങനെ പറയുന്നു? ഇവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്ന സ്ത്രീക്ക് മാപ്പ് കൊടുത്തവൻ, തന്റെ അടുക്കൽ വന്ന ഏത് പാപിക്കും ക്ഷമ കൊടുത്തവൻ, ഇതാ അവസരമൊരുക്കുക ഇവന് രക്ഷപ്പെടാൻ. യൂദയ്ക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്നു. 22-ാം വാക്യം. ഇതാരെക്കുറിച്ച് പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. ഏറ്റവും ഭയാനകമായ ഒരു രംഗമാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വീഡിയോയിൽ എടുത്ത് കാണേണ്ടതാണ്. ഒരു 4 കൊല്ലമായി 12ഉം 1ഉം 13 പേര്, 12 ശിഷ്യന്മാരും യേശുവും ഒറ്റ വീട്ടിലെ അംഗങ്ങളെപ്പോലെ നടക്കുകയാണ്. അതിനകത്തൊരുത്തന്റെ ഉള്ളിൽ ഒരു ചതി കയറിക്കൂടി. ചതി അത് വലുതായി, അത് മറച്ചുവെച്ചു. ധനമോഹം നിമിത്തം, അത്യാഗ്രഹം നിമിത്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള ആ കഠിനത പ്രവർത്തിപ്പാൻ അവന്റെ ഉള്ളിലെ മോഹം അവനെ പ്രേരിപ്പിച്ചു. അത്യാഗ്രഹം ഏത് ക്രൂരതയും ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കും. വലിയ മോഹങ്ങളുള്ളവർ വലിയ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇതെല്ലാം ബൈബിൾ സത്യങ്ങളാണ്. ഇവിടെ നമുക്കും ചില ലെസൺസ് ഉണ്ട്, പാഠങ്ങളുണ്ട്. നമ്മളോടൊപ്പം നടക്കുന്ന വളരെ അടുത്ത ആളുകളിൽ ചിലർ നമുക്കെതിരെ ഒരു ചതി, ഒരു വഞ്ചന പ്രവർത്തിക്കാൻ ഒരുങ്ങിയാൽ നമുക്കെങ്ങനെ ഫേസ് ചെയ്യാം എന്നും കൂടെ യേശു ഇതിനകത്ത് പഠിപ്പിക്കുകയാണ്. യേശുവിന്റെ ദൗത്യത്തെ ഇത് ബാധിച്ചിട്ടുണ്ടോ? 10-ാം അധ്യായത്തിൽ വായിച്ചത്, ഞാൻ എൻ്റെ ജീവനെ കൊടുക്കാനാണ് വന്നത്, ആർക്കും അതിനെ എടുക്കാൻ കഴിയില്ല. അപ്പൊ കർത്താവ് മരിക്കാൻ വന്നതാണ്. എന്നാൽ യൂദയുടെ പങ്ക് നോക്കൂ. നമുക്ക് ചതി പറ്റുമ്പോൾ എങ്ങനെ പ്രതികരിക്കാമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവരും തമ്മിൽ നോക്കുക, ഇതെന്തായി പറയുന്നത്? നമ്മുടെ ഈ 12 പേരിൽ ഒരാളാണോ ഇത് ചെയ്തേ? എല്ലാവരും തമ്മിൽ നോക്കി. 23-ാം വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ഇതാരാണിത്? യോഹന്നാൻ. എങ്ങനെ അറിയാം? യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വായിച്ചാൽ യോഹന്നാൻ തന്റെ പേര് ഒരിക്കലും പറയുന്നില്ല. ഈ പുസ്തകം എഴുതിയത് പുള്ളിക്കാരനാണ്. അപ്പം ഈ വാക്യം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ ആ സമയത്ത് യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ സമയത്ത് യേശുവിന്റെ മാർവിൽ ചാരിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ ഇദ്ദേഹത്തിന് പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അതാണ്. ഞാൻ എന്ന് അദ്ദേഹം ഉപയോഗിക്കത്തില്ല. ഞാൻ അത് ചെയ്തു,
ഞാൻ അപ്പോൾ അങ്ങോട്ട് പോയി എന്ന് അദ്ദേഹം എഴുതത്തില്ല. കാരണം അദ്ദേഹമാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് താൻ അതിന് ഒരു ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം തന്നെയാണ്, ഈ പുസ്തകം എഴുതിയ ആള് തന്നെയാണ്. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരുമാണ് യേശുവിനോട് ക്ലോസ് ആയിട്ട് ഇടപെട്ട രണ്ടു പേര്. ഒന്ന് യോഹന്നാനും മറ്റൊന്ന് പത്രോസും. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണെന്നും യേശുവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ഏറ്റവും ആഗ്രഹിച്ച വ്യക്തി പത്രോസാണെന്നുമൊക്കെ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ പറയുന്നു. ഏതായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, യോഹന്നാൻ ഒരുപാട് അടുത്തിടപെട്ടിട്ടുണ്ട്. നോക്കൂ, എവിടെ യേശു ഇരുന്നാലും തൊട്ടടുത്ത് യോഹന്നാൻ കാണും. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തെയാണ് ഒരു സ്ത്രീയായിട്ട് വ്യാഖ്യാനിച്ച് ഈ അടുത്ത കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആരോ വരച്ചു വെച്ച പടത്തിനകത്തുനിന്ന് ഒരാൾ ഒരു സ്ത്രീ രൂപമാണെന്ന് സങ്കല്പിച്ച് സിനിമ ഇറക്കി അയാൾ കോടീശ്വരനായി. വിവാദ പുസ്തകങ്ങളും വിവാദ സിനിമയും ഇറങ്ങിയാൽ കച്ചവടം ലാഭമാണ്. പൊതുജനം എല്ലാ കാലത്തും വിഡ്ഢികളാണല്ലോ. യേശുവിന് ഒരു അപമാനവും വന്നില്ല, യേശുവിനെ സ്നേഹിക്കുന്നവർക്കൊരു ക്ഷീണവും വന്നില്ല. ആർക്ക് ഗുണം കിട്ടി? പുസ്തകം ഇറക്കിയ ആൾക്ക് കാശ് കിട്ടി, സിനിമ ഇറക്കിയ ആളിൽ രക്ഷപ്പെട്ടു, കോടീശ്വരനായി. ഇതുവരെയുള്ള സകല കടവും തീർന്നു. ഇതാണ് ഇതിന്റെ അകത്തെ ടെക്നിക്ക്. ഇനിയുണ്ടാവും. യേശുക്രിസ്തുവിന്റെ പേരിൽ എന്ത് സാധനം സൃഷ്ടിച്ചാലും ഭയങ്കര ബിസിനസ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു കഥ ഉടനെ ഇനി അടുത്ത് കണ്ടുപിടിക്കും. അപ്പൊ ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ആ പടത്തിനകത്ത് ഒരാൾ പെണ്ണാണ്, അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സെക്സ് കഥ സൃഷ്ടിക്കുകയാണ് അവിടെ. അത് അവരുടെ കഥാകൃത്തിന്റെ ടെക്നിക്ക് എന്നേ ഉള്ളൂ. പുസ്തകം ചെലവാകുക എന്നുള്ളതാണ് അതിനകത്തെ ബിസിനസ് ലക്ഷ്യമാണ്. ഇവിടെ ഈ കക്ഷിയാരാന്ന് പറയാം, അത് യോഹന്നാനാണ്. എല്ലാവരെക്കാളും പ്രായം കുറവുള്ളവനും എല്ലാ ശിഷ്യന്മാരും മരിച്ചു കഴിഞ്ഞും ജീവിച്ചിരുന്നവനും കർത്താവിന്റെ എല്ലാ കാര്യങ്ങളും അടുത്തറിഞ്ഞ ആളും ഇദ്ദേഹമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന് മാത്രമേ മുഴുവൻ കാര്യമുള്ളൂ. മറ്റുള്ളവരൊക്കെ കുറച്ച് കാര്യങ്ങളെ കണ്ടുള്ളൂ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കുറെ കാര്യങ്ങൾ എഴുതിയുള്ളൂ. എന്നാൽ അവരെല്ലാം വിട്ടുപോയ മുഴുവൻ കാര്യങ്ങളും തപ്പിപ്പെറുക്കി എഴുതിയ ആളാണ് യോഹന്നാൻ. യോഹന്നാനാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് അടുത്തുപോയി നിന്ന് കണ്ട ഏക പുരുഷൻ ഇദ്ദേഹമാണ്. ബാക്കിയെല്ലാം സ്ത്രീകളാണ് നിന്നത്. അപ്പോൾ യോഹന്നാൻ വളരെ അടുത്തിടപെട്ട ആളുമാണ്, പിടിപാടുള്ള ആളാണ്. എന്തുകൊണ്ടോ യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. അപ്പൊ ഈ കർത്താവ് ഈ ദുഃഖകഥ പുറത്തു വിട്ടല്ലോ. മക്കളെ, നിങ്ങളിൽ ഒരുത്തനായിരിക്കും എന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവനെവിടെ ഇരിപ്പുണ്ട്. അപ്പൊ യോഹന്നാൻ എന്ത് ചെയ്യാണ്? കർത്താവിനോട് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പൊ പത്രോസ് യോഹന്നാനെ തോണ്ടിയിട്ട് പറഞ്ഞു, ആരെക്കുറിച്ച് പറഞ്ഞെന്നൊന്ന് ചോദിച്ചേ, ഒന്ന് ക്ലിയർ ആക്കാൻ പറ. നല്ല രംഗമാണ്. ഇതാണ് ഈ അന്ത്യത്താഴത്തിന്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുന്ന പോലെ തല ചരിച്ചു വെച്ചുകൊണ്ടൊക്കെയുള്ള പടം. അപ്പൊ ഈ പടമൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ, ഇല്ല. അതൊക്കെ പിന്നീട് ആരോ ഉണ്ടാക്കിയ പടങ്ങളല്ലേ. ഈ പടങ്ങളൊന്നും ബൈബിൾ വിശ്വസിക്കുന്നവർ വീട്ടിൽ വെക്കത്തില്ല. ബൈബിൾ പഠിക്കുന്നവരാരും ഈ പടങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ വല്ല വചനങ്ങളുമാണ് വീട്ടിൽ എഴുതി വെക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പടവും ഇല്ല, ശിഷ്യന്മാരുടെ പടവും ഇല്ല. അതെല്ലാം ഊഹിച്ചുണ്ടാക്കിയ പടങ്ങളാണ്. ഇതൊന്നും വേദപുസ്തകം പഠിക്കുന്നവർ. പിന്നെ നിങ്ങൾ വെക്കുന്നതിനെ ഞങ്ങൾ കുറ്റമൊന്നും പറയത്തില്ല. ആരെയും കുറ്റം പറയാൻ ഈ TV കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം കള്ളക്കഥയാണ്. ഓക്കെ, വാക്യം 25. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അതാരെന്ന് ചോദിച്ചു. യോഹന്നാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞങ്ങളെ വിഷമിപ്പിക്കരുതേ, ആരാതെന്നൊന്ന് പറ.
ഉടനെ യേശു ഒരു അടയാളം കാണിക്കുകയാണ്. ഞാൻ അപ്പഘണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഒരു അപ്പം എടുത്ത് മുന്തിരിച്ചാറിനകത്ത് മുക്കിയിട്ട് ഒരാളുടെ കയ്യിലോട്ട് കൊടുത്തു. ഞാൻ അപ്പം കൊടുക്കുന്നവനാന്ന് പറഞ്ഞു. ഇതിക്കുള്ള എന്താ ക്ലിയർ ആക്കേണ്ടത്? ഖണ്ണം മുക്കി ശീമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഇതുപോലെ അസാധാരണമായൊരു രംഗം ഈ കഥയിൽ വേറെയില്ല. വാക്യം 27. ഖണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കലാകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. നീ ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് വിചാരിച്ചു ഇവൻ കാഷ്യറാണ്, പൈസ എടുത്ത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനാ പറഞ്ഞെന്ന് ഓർത്തു. പക്ഷെ അവന് മാത്രം കാര്യം അറിയാം. ഖണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ എഴുന്നേറ്റ് പോയി. അവൻ പോയത് ഇരുട്ടിലേക്കാണ്. രണ്ടർത്ഥത്തിൽ. അപ്പോൾ രാത്രിയായിരുന്നു, അതുകൊണ്ട് അത് ഇരുട്ടാണ്. അവൻ എന്നേക്കും ഇരുട്ടിലേക്ക് പോയി. വെളിച്ചമായ ക്രിസ്തുവിനെ വിട്ട് ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന്റെ പുറകെ അവൻ പോയി. ഇരുട്ടവന്റെ അകത്ത് കയറി, ഇരുട്ടിലോട്ട് അവൻ ഇറങ്ങി, ഇരുട്ടവനെ മൂടി, ഇരുട്ടിൽ അവൻ അവസാനിച്ചു. വെളിച്ചം അവന്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും പോകാം. എന്നാൽ വെളിച്ചത്തിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. വെളിച്ചത്തിന്റെ സമീപത്ത് തന്നെ ഇരുട്ട് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഇരുട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം. ഇരുട്ടിൽ നിൽക്കുന്നവർക്ക് വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ വരാം. സ്വാതന്ത്ര്യമുണ്ട്. ഈ മാർഗം സ്വാതന്ത്ര്യമുള്ള മാർഗമാണ്. നിങ്ങൾക്ക് ഏത് പ്രായത്തിലും ഏത് സമയത്തും ഇരുട്ടിലോട്ട് പോകണമെങ്കിൽ പോകാം. വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ വരാം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുക. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. ഇത് ഇവനെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇവനെ നിർത്തിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 12-ാം അധ്യായത്തിൽ യൂദായൊക്കെ നിൽക്കുമ്പോൾ യേശു പറയുന്ന ഒരു വാക്കുണ്ട്. നമുക്കതിന്റെ അർത്ഥം അന്നേരം മനസ്സിലായതിൽ കൂടുതൽ ഇപ്പോൾ മനസ്സിലാവും. അതിന് യേശു അവരോട് ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. 12:35. ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. അപ്പൊ ഇരുൾ യൂദയെ പിടിക്കാൻ പോവാ. ഇരുൾ പിടിക്കാൻ പോവാ. ഇരുൾ ചിലരെ പിടിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നോളൂ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തോട് ചേർന്ന് നിന്നോളാൻ. യൂദയോടായി പറയുന്നേ. പൊതുവിൽ പറയുമ്പോൾ എല്ലാവർക്കും ഗ്രഹിക്കാം. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ല. യൂദ ഇരുട്ടിലേക്ക് പോയി. നിങ്ങൾ വെളിച്ചത്തിന് മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ. യൂദ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. വാക്യം 30. ഖണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. ഈ വാക്കിൽ ഭയങ്കര ഖനമുണ്ട്. അപ്പോൾ രാത്രിയായിരുന്നു. അവന്റെ ജീവിതം അവിടെ ഇരുട്ടായി തീരുകയാണ്. അവന്റെ ജീവിതത്തിലോട്ട് ഇരുട്ട് വന്ന് കയറുകയാണ്. ഇരുട്ടവനെ പിടിച്ചു, ഇരുട്ടവനെ മൂടി, ഇരുട്ടവനെ കൊണ്ടുപോയി. ഇരുട്ടിൽ അവൻ അവസാനിച്ചു. വെളിച്ചമായവൻ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ യൂദയ്ക്ക് രക്ഷപ്പെടാൻ യേശു പല പ്രാവശ്യം അവസരം കൊടുത്തു. എന്നാൽ അവന്റെ ഹൃദയം ദ്രവ്യാഗ്രഹം നിമിത്തം, ആ അത്യാഗ്രഹം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ നശിച്ചുപോയി. ദുഃഖകരമായൊരു കഥയാണിത്. വേദനയുള്ളൊരു ഭാഗമാണിത്. ദൈവപുത്രനായ യേശുവിനോട് കൂടെ നടന്ന ഒരു മനുഷ്യന്റെ അന്ത്യം. അവൻ ആ പോക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്.
അവൻ പോയിട്ട് അവന് നിരാശയായി. അവൻ വല്ലാതെ പിന്നീട് കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയുകയും അവൻ കരയുകയൊക്കെ ചെയ്തതായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. നമുക്കത് പിന്നീടൊരു അവസരത്തിൽ ആ ഭാഗത്ത് വരുമ്പോൾ നമുക്കത് പഠിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൂടെ പോകാൻ പറ്റുകയല്ലോ. ഇത് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ചുരുക്കി പറയാം, ഇവൻ യേശു ക്രൂശിക്കപ്പെട്ടു എന്നറിഞ്ഞു. അറിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി, അയ്യോ സങ്കടമായിപ്പോയല്ലോ. അവന് ഭയങ്കര ദുഃഖം തോന്നി. ഉടനെ അവൻ ഓടി പുരോഹിതന്മാരുടെ അടുക്ക് ചെന്നു. കാരണം പുരോഹിതന്മാരാണ് ഇവന് പൈസ കൊടുത്തത്, പുരോഹിതന്മാരാണ് ഇവനെ പ്രലോഭിപ്പിച്ചത്. അപ്പൊ ചിലർ പറയുന്നത് അവൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, പൈസ മേടിക്കാം എന്നിട്ട് ഒറ്റിക്കൊടുക്കാം. വെള്ളത്തിന്റെ മീതെ നടക്കാൻ കഴിവുള്ളവനല്ലേ യേശു? മരിച്ചവരെ ഉയർപ്പിച്ചവനും ഭൂതങ്ങളെ പുറത്താക്കിയവനും ഒക്കെ അല്ലേ? അതുകൊണ്ട് ഇവനെ പിടിക്കാനൊന്നും പറ്റൂല. അഥവാ പിടിച്ചാലും അവന്റെ ശക്തി ഉപയോഗിച്ച കെട്ടുപൊട്ടിച്ച് അവൻ പൊക്കോളും, എനിക്ക് പൈസയും കിട്ടും. ഇതായിരിക്കാം അവൻ ധരിച്ചതെന്ന് ചിലർ പറയുന്നു. ഏതായാലും യേശു ക്രൂശിക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ അവൻ കരഞ്ഞു. അവൻ ഓടി പുരോഹിതന്മാരുടെ അടുക്ക് ചെന്നു. പുരോഹിതന്മാരുടെ അടുക്ക് ചെന്നപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, നിന്നെ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ നിന്നോടൊരു കരാർ പറഞ്ഞു, റേറ്റ് പറഞ്ഞു, ആ റേറ്റ് ഞങ്ങൾ തന്നു, ഒന്നും സഹായിക്കാൻ പറ്റില്ല. അവൻ വാവിട്ട് കരഞ്ഞു, ഇല്ല നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവൻ ആ കാശ് മേടിച്ചിട്ട് അവരുടെ മുമ്പിലോട്ട് ഇട്ടുകൊടുത്തു, പുരോഹിതന്മാരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അവൻ വല്ലാതെ കരഞ്ഞു. അവൻ പോയി ഒരു കയറ് മേടിച്ച് അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ പുസ്തകത്തിൽ മറുഭാഗത്ത് കിടക്കുന്നത്. നമ്മളവിടെ വരും, നമ്മൾ പിന്നീട് ചിന്തിക്കും. എന്നാൽ ഇവൻ ചെയ്യേണ്ടത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? കുറ്റം പറയുകയാണ് ധരിക്കരുത്. വാസ്തവത്തിൽ ഇവൻ പുരോഹിതന്റെ അടുക്ക പോയതല്ലേ ഇവന് പരാജയം പറ്റിയത്. ഇവൻ ഈ വരവ് കുരിശിന്റെ അടുക്കലോട്ട് വരണം. ഇവൻ ഇത് ചെയ്യുമ്പോൾ കുരിശിൽ ഒരു അത്ഭുതം നടക്കുക. തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടവൻ കുരിശെ കിടന്നുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക, എന്നെ ഓർക്കണേന്ന്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഓർക്കാം, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ കാലത്തെ ഏറ്റവും വലിയ ഒരു 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 കള്ളപ്പുള്ളി കർത്താവിനോട് പ്രാർത്ഥിച്ച് നിത്യജീവൻ പ്രാപിച്ച് പറുദീസയിൽ പോവുക. ഇവൻ ഈ തെറ്റുപറ്റിയപ്പോ ഓടി കുരിശിന്റെ ചുവട്ടിലോട്ട് വരണം. കർത്താവേ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വലത്ത് ഭാഗത്തെ കള്ളനെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ പുള്ളിക്കാരന് മാപ്പ് കൊടുത്ത യേശു ആ കുരിശിന്റെ ചുവട്ടിൽ വന്ന് ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ദൈവോത്രാ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ 100% വിശ്വസിക്കുന്നു കർത്താവ് അവനോട് പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാന്ന് പറയും. പക്ഷെ അവൻ പോയി പിടിച്ചതാരെന്നറിയോ? ഈ അഴിമതിക്കാരെ തന്നെ, പുരോഹിതന്മാരെ തന്നെ. ഞാൻ പുരോഹിതന്മാരെന്ന് വിളിച്ചത് അന്നത്തെ പുരോഹിതന്മാരുടെ കാര്യമാണ്. ഇന്നുള്ളവർ അഴിമതിക്കാരാന്ന് ഞാൻ പറഞ്ഞില്ല. ഈ കാശ് കൊടുത്ത് ഈ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ച ഈ പുരോഹിതന്മാരെയാണ് സമീപിച്ചത്. ഒരു സത്യം കൂടെ കൂടെ പറയുന്നു, പാപം, കുറ്റബോധം, തകർച്ച ഇതെല്ലാം വന്നാൽ പുരോഹിതന്റെ അടുക്കലേക്കല്ല പോകേണ്ടത്, ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് എന്നൊരു സത്യവും കൂടി ഇവിടെ ഉണ്ട്. അതിനൊരു തെളിവ് ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പത്രോസിന് തെറ്റുപറ്റി, ഇതിനേക്കാൾ വലിയ തെറ്റ്. പത്രോസ് യേശുവിനെ അറിയുന്നില്ലെന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ പത്രോസ് യേശുവിന്റെ അടുക്ക വന്ന് കരഞ്ഞു, കർത്താവ് ക്ഷമിച്ചു.